സുഹൃത്തുക്കളെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മളൊരു വീടിൻ്റെ പണി ചെയ്യുമ്പോൾ അതിന് കമ്മോഡുകൾ അല്ലെങ്കിൽ വെസ്റ്റേൺ കമ്മോഡുകൾ, വാട്ടർ ക്ലോസറ്റുകൾ, അത് ഏതെല്ലാം രീതിയിലുള്ളതുണ്ട്, അതെന്തെല്ലാം ടൈപ്പാണ് ഉള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വെസ്റ്റേൺ ക്ലോസറ്റുകൾക്ക് മുമ്പ് ആദ്യമായിട്ട് പറയുമ്പോൾ ഇന്ത്യൻ ക്ലോസറ്റ് 2 ടൈപ്പ് വരുന്നുണ്ട്. അതായത് ഒറീസ പാനും ഒന്ന് ഏഷ്യൻ പാനും, അങ്ങനെ 2 കാറ്റഗറിയാണ് ഇന്ത്യൻ ക്ലോസറ്റിൽ ഉള്ളത്. അത് എസ് ട്രാപ്പ് മോഡലാണ്. അതായത് അതിൻ്റെ വാട്ടർ ഔട്ട്ലെറ്റ് പോകുന്നത് എസ് ടൈപ്പ് പൈപ്പിലൂടെയാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. അതായത് അതിൻ്റെ ഔട്ട്ലെറ്റ് താഴേക്കായിരിക്കും എപ്പോഴും അതിൻ്റെ പ്രൊവിഷൻ കൊടുക്കുക. അല്ലെങ്കിൽ പി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്താൽ വാളിലേക്കും കൊടുക്കാം, കണക്ഷൻ, ഔട്ട്ലെറ്റിൻ്റെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ പുറത്തുള്ള വാളിലേക്കും കൂടി ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ആ ഓപ്ഷനും ഇന്ത്യൻ ക്ലോസറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്ലഷ് ടാങ്കും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്നാൽ കൂടുതലായിട്ടും അത് നോർമൽ മാനുവലായിട്ട് വെള്ളം ഒഴിക്കുന്ന ടൈപ്പ് കമ്മോഡുകളാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കാറ്. പിന്നെ അതുകൂടാതെ ഈ വെസ്റ്റേൺ കമ്മോഡുകളിൽ സാധാരണ റെഗുലർ കമ്മോഡ്സ് ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലഷ് ടാങ്കും അതുപോലെ നോർമലായിട്ടുള്ള കമ്മോഡുമായിട്ടുള്ളത്. അതുപോലെ ഇൻക്ലൂഡഡ് അതിൽ തന്നെ സെറാമിക് ഫ്ലഷ് ടാങ്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കമ്മോഡുകളുണ്ട്. അതുപോലെ കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് ഉള്ളതുണ്ട്. അതുപോലെ മറ്റൊന്ന് ഡയറക്റ്റ് ടാങ്കിലേക്ക് കൊടുക്കുന്ന ഫ്ലഷ് വാൾവും കൺട്രോളും വെച്ചിട്ടുള്ള കമ്മോഡുകളുണ്ട്. ഇങ്ങനെ ഇത്രയും കാറ്റഗറിയാണ് സാധാരണയായിട്ട് ഉള്ളത്. അപ്പം ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കമ്മോഡ് നമ്മൾ വീടിന് വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ള ആവശ്യമായിരിക്കുന്ന പ്രൊവിഷൻസുകൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വാട്ടർ ഔട്ട്ലെറ്റും ഇൻലെറ്റും അതിൻ്റെ ഡൈവേർട്ടറും അതിൻ്റെ കൺട്രോളും പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുമ്പം അത് ഏത് ടൈപ്പ് കമ്മോഡാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള പ്രൊവിഷൻസ് നമ്മൾ വാളിലും അതുപോലെ ഫ്ലോറിലാണെങ്കിൽ ഫ്ലോറിലും കൊടുക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളത്, ഏത് മോഡലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് പ്ലംബറിന് ആവശ്യമായിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമാണ്. അതുകൂടാതെ ആ കമ്മോഡിനോട് കൂടെ എന്തൊക്കെ ഫിറ്റിങ്സ് വേണം. കമ്മോഡ് വാങ്ങുമ്പോൾ ഷോപ്പിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് കമ്മോഡ് വരും, സീറ്റ് കവർ വരും. അതുകൂടാതെയുള്ള അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള അക്സസറീസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ചോദിച്ച് വാങ്ങേണ്ട ആവശ്യമുണ്ട്. കാരണം സെയിൽസ്മാൻ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെയുള്ള അക്സസറീസുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് തരാൻ കഴിഞ്ഞെന്ന് വരികയില്ല. മാത്രമല്ല, നമ്മൾ ഒരേ കമ്മോഡ് തന്നെ ഇപ്പോൾ വാൾ മൗണ്ടഡ് കമ്മോഡ്സിന് നമ്മൾ കൊടുക്കുന്ന പ്രൊവിഷൻ 2 ടൈപ്പിൽ 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് ഡയറക്റ്റ് ടാങ്കിലേക്ക് പ്രഷർ പമ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കൊടുക്കാവുന്ന കമ്മോഡുകൾ ഉണ്ട്. മീൻസ് ഒരേ കമ്മോഡിന് 2 രീതിയിൽ കൊടുക്കാം. അതുപോലെ കൺസീൽഡ് ആയിട്ടുള്ള ടാങ്കുകളിൽ വെള്ളം സ്റ്റോർ ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ കൺസീൽഡ് ടാങ്ക് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പം വാളിൽ തന്നെ അതിനുള്ള പ്രൊവിഷൻ നമ്മൾ ചെയ്യണം. കൺസീൽഡ് ടാങ്ക് പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളതിനെ വാളിൽ ഉറപ്പിച്ച് അതിൻ്റെ ആങ്കർ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ. പക്ഷേ ഈ വാൾ മൗണ്ടഡ് കമ്മോഡിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഏരിയ കമ്മോഡ് ഇരിക്കുന്ന ആ ഏരിയ ഓൾമോസ്റ്റ് ഡ്രൈ ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. കാണാനും നല്ല ക്യൂട്ടാണ്. അതുപോലെ ഈ വാളിൽ നിന്ന് അധികം സ്പേസ് ഈ വാൾ മൗണ്ടഡ് കമ്മോഡിന് ആവശ്യമായിട്ട് വരികയില്ല. മറ്റത്
എസ് ട്രാപ്പ്, അതായത് ഫ്ലോർ മൗണ്ടഡ് കമ്മോഡുകൾക്ക് വേണ്ട സ്പേസ് ഈ വാൾ മൗണ്ടഡ് കമ്മോഡിന് ആവശ്യമായിട്ട് വരികയില്ല. ഒരുപാട് സ്പേസ് നമുക്ക് ബാത്റൂമിനുള്ളിൽ കിട്ടും ഇങ്ങനെ വാൾ മൗണ്ടഡ് കമ്മോഡ് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഫ്ലഷ് ടാങ്ക് ആദ്യം ഫിറ്റ് ചെയ്യണം. അഥവാ ഫിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു അഡീഷണൽ ടാങ്ക് കൊടുക്കണം. അതിൻ്റെ വാട്ടർ കൺട്രോളും അതിൻ്റെ പ്രൊവിഷൻസും ഡൈവേർട്ടറും കൺട്രോളും കാര്യങ്ങളെല്ലാം നമ്മൾ അതിനനുസരിച്ച് ക്രമീകരിക്കേണ്ടത് ആവശ്യമുണ്ട് ആദ്യം തന്നെ. പിന്നീട് നമ്മളൊക്കെ അത് നോക്കിയാൽ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റിനോവേഷൻ, ഇപ്പോൾ പഴയ വീടുകൾക്കൊക്കെ ഈ സൗകര്യങ്ങൾ, ഈ ഫെസിലിറ്റീസ്, ഈ ടെക്നോളജികളൊക്കെ ഉള്ള സമയത്ത് ഇതൊന്നും ഇത്രയധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പം ഉള്ള വീടുകൾക്ക് ഇപ്പം വരുന്ന ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മോഡുകളും കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയുള്ള റിനോവേറ്റ് ചെയ്യുന്നവർക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള ഫ്ലഷ് ടാങ്ക് അവിടെ ഫിറ്റ് ചെയ്യണം, അതിൻ്റെ കൺട്രോളും കാര്യങ്ങളും. കാരണം ഇപ്പോൾ ഫ്ലോർ മൗണ്ടഡ് കമ്മോഡാണെങ്കിൽ ഒരു വാൾ മൗണ്ടഡ് കമ്മോഡ് ഫിറ്റ് ചെയ്യുമ്പോഴാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിനനുസരിച്ചുള്ള ഈ വാട്ടർ ഔട്ട്ലെറ്റിനെ നമുക്ക് ആ സ്പോട്ടിലേക്ക് പഴയ എക്സ്ട്രാ ഫ്ലോറിലേക്കുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്കത് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുപോലെ ആ പൈപ്പ്, അതിൻ്റെ ഔട്ട്ലെറ്റുകൾ നമ്മൾ അതുപോലെ എടുത്ത് കൊണ്ടുവന്ന് വേണം ആ സ്പോട്ടിലേക്ക് വാളിലൂടെ എടുത്ത് ഫ്ലോറിൽ കൊണ്ടുവന്ന് ഫ്ലോറിലെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് സ്പോട്ടിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും നിരവധി കാര്യങ്ങൾ ഈ കമ്മോഡുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാനും അതുപോലെ പ്ലാൻ ചെയ്യാനും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മോഡുകളെക്കുറിച്ചും ഇതിൻ്റെ പ്രൊവിഷനെക്കുറിച്ചും ഇതിൻ്റെ ഫിറ്റിങ്ങുകളെക്കുറിച്ചൊക്കെ മറ്റൊരു ഷോറൂമിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതെങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ സൗകര്യങ്ങളും സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇതിന് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വാച്ച് ചെയ്തതിൽ നന്ദി.